വിദ്യാർത്ഥികളെ, പ്ലെയിൻ സ്മൂത്തിംഗ് ചെയ്യുന്നതിലൂടെ വാർണിഷിങ്ങിനായി സർഫേസ് പ്രിപ്പയർ ചെയ്യുക എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും വാർണിഷിങ്ങിനായി സർഫേസ് പ്രിപ്പയർ ചെയ്യാൻ. Materials and equipment: സ്മൂത്തിംഗ് പ്ലെയിൻ, വർക്ക് ബെഞ്ച്, വുഡൻ പീസ്. Process: job sequence. ആസൂത്രണത്തിനായി പ്ലെയിൻ സുഗമമാക്കിക്കൊണ്ട് വാർണിഷിങ്ങിനായി തയ്യാറാക്കുക. സർഫസ് സജ്ജമാക്കുക. വർക്ക് ബ്ലോക്കിൽ ജോബ് സ്ഥാപിക്കുകയും ബോട്ട് സ്റ്റോപ്പിനൊപ്പം ഉപയോഗിക്കുക. ആണിയും സ്ക്രൂവും വാർണിഷിങ്ങിനായി വുഡ് സർഫേസിന് തൊട്ടുതാഴെയായിരിക്കണം. സ്മൂത്തിംഗ് പ്ലെയിനിൽ ക്യാപ്പ് അയോണും കട്ടിംഗ് അയോണും തമ്മിലുള്ള വിടവ് 2 mm ആയി സജ്ജമാക്കുക. കട്ടിംഗ് അയണിന് കുറുകെ കട്ടിംഗ് എഡ്ജ് ചെറുതായി ഓവൽ മൂർച്ച കൂട്ടുന്നു. കട്ടിംഗ് അയണിന്റെ അറ്റം 0.001 മില്ലിമീറ്റർ മിനുസമാർന്ന തലത്തിന്റെ അടിയിൽ നിന്ന് നീട്ടി. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുക. മർദ്ദം തുല്യമായി പ്രയോഗിക്കുക. ഗ്രെയിനിനൊപ്പം തലം. പ്രാരംഭ കട്ടുകൾ അവശേഷിപ്പിച്ച സ്കല്ലോപ്പുകൾ നീക്കം ചെയ്യുന്നതിനായി ഫിനിഷിംഗ് കട്ട് ചെയ്യാൻ പ്ലെയിൻ ക്രമീകരിക്കുക. പ്രാരംഭ കട്ടുകൾ 2 ഇഞ്ച് വീതിയുടെ 3/4 വീതിയുള്ളതായിരിക്കണം. വീതിയുള്ള ബ്ലേഡ്. ഷേവിങ്ങിന്റെ കനം 0.005 കട്ടിയുള്ള പരിധിയിലായിരിക്കണം. ഫിനിഷിംഗ് കട്ട്സ് ഉണ്ടാക്കാൻ സ്മൂത്തിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ തയ്യാറാണ്. ഫിനിഷിംഗ് കട്ട് സജ്ജീകരണത്തിനായി ബ്ലേഡിന്റെ മധ്യത്തിൽ നിന്ന് 1/2 ഇഞ്ച് വീതിയുള്ള ഷേവിംഗ് വരണം. അത് 0.001 ഇഞ്ച് മുതൽ 0.002 വരെ കട്ടിയുള്ളതായിരിക്കണം. 1/2 ഇഞ്ച് മാത്രമുള്ള മുറിവുകൾക്കിടയിൽ 2 തവണ മുഴുവൻ ഉപരിതലത്തിലും പോവുക. ഈ സമയത്ത് ഉപരിതലം അവിശ്വസനീയമാം വിധം മിനുസമാർന്നതായിരിക്കണം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ചെരിഞ്ഞ കോണിൽ ഉപരിതലത്തിലേക്ക് നോക്കാം. തടിപ്രതലത്തിൽ ഒരു പ്രതിഫലനം കാണാം. വാർണിഷിങ്ങിനായി വുഡ് സർഫേസ് പൂർത്തിയാക്കുക. ഈ വീഡിയോയിൽ വാർണിഷിങ്ങിനായി സർഫേസ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു.